നമ്മൾ ഇന്നൊരു ക്വിക്ക് റിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. കറണ്ട് അഫയേഴ്സ് 2025 ഒരു ക്വിക്ക് റിവിഷൻ. ആദ്യത്തെ ചോദ്യം, 72ാം ലോക സുന്ദരി പട്ടം നേടിയത് ആരാണ്? ഒപ്പാൽ സുജാത ചോങ്ശ്രീ. ഒപ്പാൽ സുജാത ചോങ്ശ്രീ. 72ാം ലോക സുന്ദരി മത്സരം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഹൈദരാബാദിൽ വെച്ചിട്ടാണ് നടന്നത് കേട്ടോ. 2025 72ാം ലോക സുന്ദരി മത്സരം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഹൈദരാബാദിൽ വെച്ചിട്ടാണ് നടന്നത്. ആരാണ് വിജയിച്ചത്? ആരാണ് മിസ് വേൾഡ് ആയത്? ആരാണ്? ഒപ്പാൽ സുജാത ചോങ്ശ്രീ ആണ്. തായ്ലാൻഡ് സ്വദേശിയാണ്. തായ്ലാൻഡിൽ നിന്നുള്ള ആദ്യത്തെ മിസ് വേൾഡ് ആണ് ആര്? ഒപ്പാൽ സുജാത ചോങ്ശ്രീ. നിലവിലെ UPSC ചെയർമാൻ ആരാണ്? ഡോക്ടർ അജയ് കുമാർ ആണ്. നിലവിലെ കേരള സംസ്ഥാന PSC ചെയർമാൻ ആരാണ്? MR ബൈജു ആണ്. MR ബൈജു. 2024 ഉള്ളൂർ പുരസ്കാരം നേടിയത് ആരാണ്? മഞ്ജു വെള്ളയാണിയാണ്. ജലജമന്തികൾ എന്ന കൃതിക്കാണ് ഉള്ളൂർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? സാറ ജോസഫ് ആണ്. ഇത് നമ്മളെ ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് കേട്ടോ. 2024 പ്രഖ്യാപിച്ചതെന്നാണ്, 2025 പ്രഖ്യാപിച്ചത്. സാറ ജോസഫിനാണ് ലഭിച്ചത്. 2025 51ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? കാനഡയായിരുന്നു കേട്ടോ. വേദി കാനഡയായിരുന്നു. 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? കോക്കോ ഗോഫ് ആണ്. അപ്പോൾ പുരുഷ സിംഗിൾസ് നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ്. സ്പാനിഷ് താരമായ കാർലോസ് അൽക്കാരസ് ആണ്. വനിതാ സിംഗിൾസ് നേടിയത് ആരാണ്? അമേരിക്കൻ ടെന്നീസ് താരമായ കോക്കോ ഗോഫ് ആണ്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. 2025 ജൂണിൽ അറബിക്കടലിൽ തീപിടുത്തത്തിനിരയായ കപ്പൽ ഏതാണ്? MV വാൻഹായി 503 ആണ്. അപ്പോൾ ഈ കപ്പലിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. റീസെന്റ് ആയിട്ട് മെയ് ജൂൺ മാസങ്ങളിൽ 2 കപ്പൽ അപകടങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായത്, കേരള തീരത്തുണ്ടായത്. അപ്പം അത് ഏതൊക്കെയാണ്? മെയ് 24 ഒരു കപ്പൽ ഷിപ്പ് മുങ്ങിയാൽ ഏതാണ്? MSC എൽസ 3 എന്ന് പറയുന്ന ഒരു കപ്പൽ മുങ്ങി. അതുകൂടാതെ MV വാൻഹായി 503 എന്ന് പറയുന്ന ഒരു കപ്പൽ ജൂൺ 9 തീപിടുത്തത്തിന് ഇരയായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിനും ലഹരി ഉപയോഗം പോലുള്ള പ്രശ്നങ്ങൾ തടയുന്നതിനും വേണ്ടി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കൂടെയുണ്ട് കരുത്തേകാൻ. അതാണ് ആ പദ്ധതിയുടെ പേര്. 2025 ജൂൺ 12 200-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തം നടന്നത് എന്നാണ്? അഹമ്മദാബാദിലാണ് കേട്ടോ. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് നടന്നത്. ഡേറ്റ് എന്നാണ്? ജൂൺ 12 കേട്ടോ. 2025 നോർവേ ചെസ് കിരീട ജേതാവ് ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. 2025 അന്താരാഷ്ട്ര യോഗ ദിന വേദി എവിടെയായിരുന്നു? വിശാഖപട്ടണമായിരുന്നു കേട്ടോ. വേദി 2025 വേദി എവിടെയായിരുന്നു? വിശാഖപട്ടണമായിരുന്നു. 2025 തീം എന്താണ്? യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നുള്ളതാണ് 2025 തീം എന്ന് പറയുന്നത്. യോഗ ദിനം എന്നാണ്? ജൂൺ 21. 2025 ആദ്യ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M മുകുന്ദനാണ് ലഭിച്ചത്. 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അപ്പൊ ആദ്യ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനും 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനുമാണ്. 2025 മെയ്യിൽ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 159 കേട്ടോ. പത്രസ്വാതന്ത്ര്യത്തിൽ എത്രയാണ്? പത്രസ്വാതന്ത്ര്യ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ എത്രയാണ്? 151 സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ ആരാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. ജേതാക്കൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ ആരാണ്? മഹാരാഷ്ട്രയാണ്. ഓർത്ത് വെക്കണേ. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീലാലാൽ സമരിയാണ്. നിലവിലെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണ് കേട്ടോ. ഒന്ന് ഹീരൽ, കേന്ദ്രത്തിലാണെങ്കിൽ ഹീരാലാലും ഇവിടെയാണെങ്കിൽ ഹരിനായരും. ഓക്കെ, തുടർച്ചയായ 3 ലോക്സഭകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള സൻസദ് പുരസ്കാരമല്ല, സുസ്ഥിര സൻസദ് രത്ന പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? NK പ്രേമചന്ദ്രനാണ്. കൊല്ലം MP ആയ NK പ്രേമചന്ദ്രന് 3 തവണ സൻസദ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴെന്താണ് ലഭിച്ചിരിക്കുന്നത്? തുടർച്ചയായി 3 തവണ ലഭിച്ചതിനുകൊണ്ട് സുസ്ഥിര സൻസദ് രത്ന പുരസ്കാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് NK പ്രേമചന്ദ്രന്. ഓക്കെ, നിലവിലെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി ആരാണ്? പീയൂഷ് ഗോയലാണ്. നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. ഇനി അടുത്തത്,
6ാമത്തെ ബിംസ്റ്റെക് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? തായ്ലാൻഡ് ആണ് കേട്ടോ. ബിംസ്റ്റെക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്നുള്ളതാണ് ബിംസ്റ്റെക്കിന്റെ ഫുൾ ഫോം. ഇതിലെ അംഗരാജ്യങ്ങൾ ആരൊക്കെയാണ്? ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലാൻഡ്. അപ്പോൾ 2025 6ാമത്തെ ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി എവിടെ വെച്ചിട്ടായിരുന്നു? തായ്ലാൻഡിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ. 2025 ഏഷ്യ കപ്പ് ഹോക്കിക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ് കേട്ടോ. ഏഷ്യ കപ്പ് ഹോക്കിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. PMAJY എന്ന പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? പട്ടികജാതി സമൂഹങ്ങൾക്കിടയിലെ ദാരിദ്ര്യം കുറയ്ക്കലാണ് കേട്ടോ. PMAJY. 2025 മാർച്ചിൽ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഒരു പരമ്പരാഗത ആദിവാസി കരകൗശല വസ്തു ഏതാണ്? കണ്ണാടിപ്പായാണ് കേട്ടോ. കണ്ണാടിപ്പായ. ലോക അത്ലറ്റിക് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് എവിടെയാണ്? ഇന്ത്യയാണ് കേട്ടോ. 2025 വേദിയാകുന്നത് എവിടെയാണ്? ഇന്ത്യയാണ്. 7th എഡിഷൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി എവിടെയാണ്? ബീഹാറാണ്. അതിൻ്റെ വിജയി ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആരാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. അടുത്തത് 2025 കബഡി വേൾഡ് കപ്പ് വേദി എവിടെയായിരുന്നു? ഇംഗ്ലണ്ട് ആയിരുന്നു കേട്ടോ. കബഡി വേൾഡ് കപ്പ് എവിടെയായിരുന്നു? ഇംഗ്ലണ്ട് ആയിരുന്നു. 9 മാസത്തെ ബഹിരാകാശ വാസത്തിനു ശേഷം സുനിത വില്യംസ് തിരിച്ചെത്തിയ പേടകം ഏതാണ്? ഡ്രാഗൺ ക്രൂ 9 പേടകത്തിലാണ്. 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 118ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ഫിൻലാൻഡിനാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല. ഉത്തർപ്രദേശ് സ്വദേശിയാണ് ഇദ്ദേഹം. ISROയുടെയും നാസയുടെയും സഹകരണത്തിന്റെ ഭാഗമായാണ് ശുഭാംശുവിന്റെ ISSലേക്കുള്ള യാത്ര. 2025 ഏത് അന്താരാഷ്ട്ര വർഷമായിട്ടാണ് UN പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ തീം എന്താണ്? പ്രമേയം എന്താണ്? സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും എന്നുള്ളതാണ്. ഓക്കെ. 2025 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ജമ്മു കാശ്മീരിലെ തുരങ്കം ഏതാണ്? സോനാമാർഗ് തുരങ്കമാണ് കേട്ടോ. സോനാമാർഗ് തുരങ്കമാണ്. സോനാമാർഗിനെയും ഗഗൻഗിറിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കത്തിന് 6.5 കിലോമീറ്റർ ദൂരമുണ്ട്. അടുത്തത് നിലവിലെ കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? A. ഷാജഹാനാണ്. പക്ഷേ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? നമ്മുടെ കേരളത്തിന്റെ ഡോക്ടർ രത്തൻ യു കേൽക്കർ IAS ആണ്. ഇതും PQ ആണ് കേട്ടോ. അടുത്തിടെ നടന്നൊരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. ഓക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. കുറച്ചൊരു ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തത്. ഇനി നിങ്ങൾക്കായിട്ടൊരു ചോദ്യം. 640-ലധികം കണ്ടെയ്നറുകളുമായി പോയ ഏതു ചരക്കു കപ്പലാണ് പ്രവർത്തന തകരാർ മൂലം 2025 മെയ് 24 കൊച്ചി തീരത്ത് മുങ്ങിയത്? അപ്പോൾ ഒന്നും കൂടെ വായിക്കാം. 640-ലധികം കണ്ടെയ്നറുകളുമായി പോയ ഏത് ചരക്കു കപ്പലാണ് പ്രവർത്തന തകരാർ മൂലം 2025 മെയ് 24 കൊച്ചി തീരത്ത് മുങ്ങിയത്? നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.